ശ്രീ എം ജി രാധാകൃഷ്ണൻ ഈ സംസ്ഥാന സമ്മേളനത്തിന് തൊട്ടു മുൻപ് ഞാൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം, ഇടതുപക്ഷ നിലപാടുകളെല്ലാം നടപ്പാക്കാൻ കഴിയുന്ന ഒരു സർക്കാരാണ് ഈ സർക്കാർ എന്ന തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ്. ഞങ്ങളത് EMS-ന്റെ കാലം മുതലേ തിരിച്ചറിഞ്ഞതാണ് എന്നും പാർട്ടി സെക്രട്ടറി പറയുന്നു. അപ്പോൾ ഇടതുപക്ഷ ശാഠ്യങ്ങളിൽ നിന്ന് കൂടുതൽ മുക്തമായിക്കൊണ്ട് കുറെ കൂടി ഫ്ലെക്സിബിളായ ഒരു പാർട്ടിയായി ആയിരിക്കുമോ കൊല്ലത്ത് നിന്ന് CPM മടങ്ങുക എന്നാണ് തോന്നുന്നത്. കാരണം കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ തന്നെ, സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിച്ചിരുന്ന ഒരു നയരേഖ ഉണ്ട്. പിണറായി വിജയൻ അവതരിപ്പിച്ച നയരേഖയാണ് അത്. പൊളിറ്റിക്കൽ ആൻഡ് ഓർഗനൈസേഷൻ റിപ്പോർട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നയരേഖ. ആ രേഖയിലാണ് വാസ്തവത്തിൽ ഈ കാര്യങ്ങളൊക്കെ, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരേണ്ട മാറ്റങ്ങളെ കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ അടുത്ത ഒരു ചുവട് എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത് എന്നാണ് സൂചനകൾ. മാത്രമല്ല, അത് സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ നാട്ടിൽ നടക്കുന്ന, ഇപ്പൊ തന്നെ അഭിലാഷ് നടന്ന കാര്യങ്ങളും ഒക്കെ ഈ പറഞ്ഞ പോലെ വ്യവസായ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സ്വകാര്യ സർവകലാശാലകളുടെ രംഗത്ത്, ഈ രംഗത്തൊക്കെ വാസ്തവത്തിൽ വളരെ കൃത്യമായി തന്നെ ഒരു ചുവടുമാറ്റമോ അല്ലെങ്കിൽ നേരത്തെ തന്നെ തുടങ്ങിയിരുന്ന ഒരു ചുവടുവയ്പ് കുറച്ചും കൂടി ശക്തമായി മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ ഇപ്പോൾ ഒരു ചെറിയ അഭിപ്രായം, ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, കാരണം ഇത് എല്ലാ കാലത്തും നേരത്തെ പറഞ്ഞ പോലെ EMS-ന്റെ കാലത്ത് 57 മുതൽ തന്നെ പറഞ്ഞിരുന്നതാണ്, ഇത് ഞങ്ങള് ഇടതുപക്ഷ അല്ലെ കമ്മ്യൂണിസം നടപ്പാക്കുകയല്ല, ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ്. അങ്ങനെയാണ് ഇവിടെ സ്വകാര്യ വ്യവസായങ്ങളെ മറ്റും 57 തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായികൾ കൊണ്ടുവന്നതൊക്കെ. പക്ഷെ അപ്പോഴൊക്കെ ഈ മാറ്റങ്ങൾ അതിനുശേഷം വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും ഒക്കെ നമുക്കറിയാവുന്നതാണ്. എത്രയൊക്കെ പറയുമ്പോഴും സ്വകാര്യ മേഖലയ്ക്ക് തന്നെയായിരുന്നു ഈ കാലം മുഴുവൻ അതിന്റെ മേധാവിത്വം. പക്ഷേ അവിടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു. ആ രംഗത്ത് ചെയ്യുമ്പോൾ തന്നെ ജനങ്ങളെ അല്ലെങ്കിൽ ഏറ്റവും സാധാരണക്കാരെ കൂടെ സഹായിക്കുന്ന, അവർക്ക് ഈ പ്രധാനപ്പെട്ട ഈ മാറ്റങ്ങളിൽ അവർ ഇരയാക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ, ജാഗ്രതകൾ, തയ്യാറെടുപ്പുകളൊക്കെ ഒരു പരിധി വരെ, അത് മനുഷ്യവിഭവശേഷിയുടെ വളർച്ച, ഇതിനൊക്കെ പ്രാധാന്യം നൽകിയിരുന്ന അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള അത് മുന്നോട്ട് വെച്ചിരുന്ന ഒരു ചരിത്രമുണ്ട്. ഇപ്പോൾ വാസ്തവത്തിൽ കേരളത്തിന്റെ ഈ വിദ്യാഭ്യാസ രംഗത്തും വ്യാവസായിക രംഗത്തും ഒക്കെ ഉണ്ടായിരിക്കുന്ന ഈ പുതിയ സ്വകാര്യ മേഖലയോടുള്ള ആഭിമുഖ്യം, ഇതിനെപ്പറ്റി മാത്രമാണ് കൂടുതൽ ഊന്നി പറയുന്നത്. മറ്റ് കേരളത്തിനെ വ്യത്യസ്തമാക്കിയിരുന്നത്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളം വ്യത്യസ്തമായ ഒരു കേരള മാതൃക സൃഷ്ടിച്ചത് ഈ മനുഷ്യവിഭവശേഷിയുടെയും ഏറ്റവും താഴേക്കിടയിലുള്ളവർക്കും കൂടെ സഹായം നൽകാനുള്ള ഒരു മനോഭാവത്തിന്റെയും നയങ്ങളുടെയും ഒക്കെ ഒരു സാന്നിധ്യമായിരുന്നു. ഇങ്ങനെയാണ് വാസ്തവത്തിൽ ഒരു വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള, ഒരു പരിധി വരെ, എല്ലാമാണെന്നല്ല പറഞ്ഞത്, ആദിവാസികളുടെയും ഷെഡ്യൂൾ കാസ്റ്റുകളുടെയും മത്സ്യത്തൊഴിലാളികളും ഒക്കെ ഈ കേരള മാതൃകയ്ക്ക് പുറത്ത് വേണ്ട പോലെ ഇടം കിട്ടാതെ പോയവരാണ്. എന്നാൽ ഒരു പരിധി വരെ ഇതൊക്കെ. അപ്പൊ ഇപ്പോൾ വാസ്തവത്തിൽ ഇത് പൂർണ്ണമായിട്ടും ഒരു വലതുപക്ഷത്തേക്കോ അല്ലെങ്കിൽ മാർക്കറ്റ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു വ്യവസ്ഥയിലേക്കോ മാറുന്നതിന്റെ സൂചനകളുണ്ടോ എന്ന് സംശയിക്കാതിരിക്കാൻ വയ്യ. രാഷ്ട്രീയത്തിനപ്പുറത്താണ് വികസനം എന്നുള്ള സങ്കല്പം തന്നെ വാസ്തവത്തിൽ അപകടകരമല്ലേ എന്നും എനിക്ക് സംശയമുണ്ട്.